എല്ലാവർക്കും നമസ്കാരം. 4 തവളകൾ വെള്ളമന്വേഷിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് 2 തവളകൾ അബദ്ധവശാൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. അപ്പോൾ ഈ തവളകൾ രക്ഷപ്പെടാണ്ട് ഭയക്കുമ്പോൾ മറ്റ് തവളകൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു തവള എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആ കിണറ്റിൽ തന്നെ ഇരിപ്പായി. എന്നാൽ മറ്റേ തവള ഇതൊന്നും കേൾക്കാതെ തുള്ളിച്ചാടി ഒരു വിധത്തിൽ കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെന്താണ് സംഭവം? ഈ തവള ചെവി കേൾക്കാത്ത തവളയായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ മറ്റ് തവളകൾ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഇത് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ള ഭാവത്തിലാണ് ഈ തവള ചാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുവാനും പറ്റി. അതായത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യരുത്, അല്ലേ? അവരെ നിരുത്സാഹപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞാലും അതെനിക്കൊരു പ്രേരണയാണ് എന്നുള്ള ഭാവത്തിൽ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അല്ലേ? നമുക്ക് ചിലപ്പോൾ കാലം മാറി വരും, നമ്മൾക്ക് പ്രായമാകും, ഒക്കെയാവും. എന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കരുത്, അല്ലേ? അപ്പോൾ നമ്മൾ വേണം? നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന മോഹങ്ങൾ, ആ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഭാവത്തിൽ. ആദ്യമൊക്കെ ചില വീഴ്ചയൊക്കെ സംഭവിക്കാം. അതേത് മഹാനും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണം? നമ്മൾ ആ വീഴ്ചയിൽ നിന്നും പിടിച്ചുയർന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുക. ഈ തവളയെപ്പോലെ നമ്മൾ വേണം? സമൂഹത്തിൽ തളർത്തുന്നവരെ നോക്കരുത്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ നോക്കുക. താങ്ക് യു.